എന്നുള്ളതാണ്. ഇതെല്ലാം എപ്പോഴും പറയുന്നത് പോലെ വ്യക്തിപരമായി ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ ഒരു ഉത്തരവാദിത്തമോ അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമോ ഒക്കെ നമ്മളെ സംബന്ധിച്ച് എത്ര കണ്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട് സംഗതി? ഉഷാറായിട്ടില്ലേ? പീഡനക്കേസിലെ പ്രതികളെയും ആരോപണ വിധേയരെയും സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ രണ്ട് മുന്നണികളും പണ്ടേ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് കുറച്ച് കടന്നുപോയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നൽകിയ മറുപടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. പീഡനക്കേസ് നേരിടുന്ന മുൻ MLA-യൊക്കെ ഇത്ര നിസ്സാരമായി ന്യായീകരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എങ്ങനെയാണാവോ ഇവനെയൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഈ കടന്ന് പറയുന്നത്? ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ട അതിനെ തമാശയാക്കുക, തമാശ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടുള്ള ശീലമാവാം. എന്തെങ്കിലും പ്രതികൾക്ക് കുട പിടിക്കുക, ഇതിന്റെ കൂടെ സദസ്സിലിരുന്ന് പ്രതിപക്ഷ നേതാവും നിലവിലെ MP ഒക്കെ കാണിക്കുന്ന ആ ഒരു ധാർഷ്ട്യം കൂടി ആവുമ്പോൾ സംഗതി പൂർത്തിയായി. ചോദ്യം ചോദിക്കുന്നവന്റെ വായടപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ രണ്ട് മുന്നണികളും ശീലിച്ചിട്ടുള്ള രാഷ്ട്രീയം. പാലക്കാടിന് ഒരിക്കൽ പിഴച്ചു, പക്ഷെ ഓരോ തവണയും പിഴയ്ക്കാൻ നമ്മൾ വിഡ്ഢികളല്ലല്ലോ, അല്ലെ? നീതിക്കും അന്തസ്സിനും വില കൽപ്പിക്കാത്ത ഇത്തരം ന്യായീകരണ കഴുതകളെ ഇനിയും വിശ്വസിക്കണം? നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ വോട്ടിന് വിലയുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതുപോലുള്ള ആളുകളെയൊക്കെ ജയിപ്പിച്ച് കയറ്റി വിട്ടാൽ പിന്നെ ഈ മുൻ MLA-യിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം വിലയില്ലാതെയാകും. ചിന്തിക്കുക നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്. എന്തായാലും നിങ്ങളുടെ നിലപാട് താഴെ കമന്റ് ചെയ്യൂ.